കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിലയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. പ്രാരംഭമായി ആർക്കാണ് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് കഴിയുന്നത് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. പ്രാകൃത മനുഷ്യന്, രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. ജഡീകാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക്, ഈർഷ്യയിലും പിണക്കത്തിലും ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നാം ഓർക്കുകയുണ്ടായി. ആത്മീയ മനുഷ്യന്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട, നിയന്ത്രിക്കപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ്റെ ആത്മീക ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ആത്മീയരായി നാം ജീവിക്കണം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് ഞാൻ വീണ്ടും ഗലാത്യ ലേഖനം 5:22-23 വാക്യം ഒന്ന് വായിക്കട്ടെ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ആത്മാവിൻ്റെ ഫലം എന്നുള്ള വിഷയം നാം തുറന്ന് പഠിക്കുമ്പോൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്. ഹിൻഡ്രൻസസ് ഫോർ ബെയറിംഗ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ ഈ ഭൂമിയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം നയിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൽ നിന്നുകൊണ്ട് ചുരുക്കമായി ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദ ഹിൻഡ്രൻസസ് ഫോർ ബെയറിംഗ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള തടസ്സങ്ങൾ. ഒന്നാമത് ഞാൻ ഇന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു വിശ്വാസി തൻ്റെ ആത്മീയ ജീവിതത്തോട് നിസ്സംഗത പുലർത്തി ജീവിക്കുമ്പോൾ ആ അവസ്ഥയിൽ ആ വിശ്വാസി തുടരുന്നിടത്തോളം കാലം ആ വിശ്വാസിക്ക് തൻ്റെ ആത്മീയ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. As long as a believer lives in a situation in which he is indifferent for his spiritual life, in such situation that believer cannot bear the fruit of the spirit. ആത്മീയ ജീവിതത്തിൽ താല്പര്യമില്ലാതെ, ആത്മീയ ജീവിതത്തിൽ മാന്ദ്യമുള്ളവരായി, ആത്മീയ ജീവിതത്തിൽ ഒരു ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ ഒരു വിശ്വാസി ജീവിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസിക്ക് ആത്മാവിൻ്റെ ഫലം അവൻ്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. അതിന് ആ വസ്തുത ചൂണ്ടിക്കാണിക്കുന്നതിന് നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗം ഞാനിന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് 5:11-13. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ല. വളരെ ഗഹനമായ വിഷയത്തിലേക്ക് എബ്രായ ലേഖനത്തിൽ അതിൻ്റെ ലേഖകൻ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ വിശദാംശങ്ങളിലേക്ക്
അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിച്ചപ്പോൾ, തൻ്റെ വായനക്കാരെ ഒന്ന് വീക്ഷിച്ചപ്പോൾ താൻ അവരെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നാം ഇബ്രായ ലേഖനം 5:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എന്നാൽ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. എന്നിട്ട് തൻ്റെ അനുവാചകരെ താൻ വീക്ഷിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവവചനത്തിന്റെ സത്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരാണ്, അതിൽ താല്പര്യമില്ലാത്തവരാണ്, അതിൽ ഇഷ്ടമില്ലാത്തവരാണ്. എന്നിട്ട് അതുകൊണ്ട് ആ വസ്തുത തെളിയിച്ചു തരുവാൻ വിഷമമാണ്. എന്നിട്ട് അവരുടെ ഉള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്നവരാണ്. മറ്റുള്ളവരെ ദൈവത്തിന്റെ വചനം, ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വസ്തുതകൾ വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടാകേണ്ടവരാണ്. എന്നാൽ താൻ പറയുകയാണ്, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരേണ്ട അവസ്ഥയിൽ നിങ്ങളായിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സിൽ ഷേക്സ്പിയറോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു വളരെ ഗഹനമായ ഒരു പുസ്തകം പഠിപ്പിക്കാനായിട്ട് ഒരു പ്രൊഫസർ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിന് ഇംഗ്ലീഷിലെ അക്ഷരമാല അറിയില്ല എന്ന് വന്നാൽ, ABCD അറിയില്ലെന്ന് വന്നാലുള്ള അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവർക്ക് ABCD പഠിപ്പിക്കേണ്ട ഒരവസ്ഥയിൽ അവരെത്തിയിരിക്കുകയാണ്. കാരണം അവർക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നമുക്കറിയാം, ദൈവത്തിന്റെ സഭയിൽ വചന ശുശ്രൂഷയുടെ സമയത്ത് അതിൽ താല്പര്യമില്ലാതിരിക്കുന്ന പല പ്രിയപ്പെട്ടവരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങൾ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം, ഇരുന്ന് ഉറങ്ങുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ഇനി സൂം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ അത് ഓൺ ചെയ്ത് വെച്ചിട്ട് ആ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് അടുക്കളയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും അന്വേഷിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കിയാൽ അവര് ഓൺലൈനിലുണ്ട്, അവരുടെ പ്രസൻസ് ഉണ്ട്, അവർ ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്തവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉള്ള അവസ്ഥ വീട്ടിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവര് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ദൈവസഭയിൽ, സഭായോഗങ്ങളിൽ, ബൈബിൾ ക്ലാസ്സുകളിൽ കടന്നു വരും, പക്ഷേ അവര് കാര്യങ്ങൾ കേൾക്കാറില്ല, കുറിച്ചെടുക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. ഇനി ചിലരുണ്ട്, വചന ശുശ്രൂഷിക്കുന്ന വ്യക്തി, വചനം പഠിപ്പിക്കുന്ന വ്യക്തി തനിക്ക് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അവര് ബൈബിൾ തുറന്ന് മറ്റ് ഭാഗങ്ങൾ വായിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമില്ലാത്ത ആളിന്റെ പ്രസംഗം വരുമ്പോൾ, ബ്രദറെ ഞാൻ 3, 4, 5 അധ്യായങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ വായിക്കുമെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ ആത്മീയ ജീവിതത്തോട് നിസ്സംഗത പുലർത്തുന്ന ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ, ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിക്കുക. നാം ആത്മീയ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോൾ, ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വസ്തുതയാണ് പൗലോസ് ഇവിടെ റോമയിലുള്ള ദൈവമക്കളെ ഓർപ്പിക്കുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കേണ്ടവരാണ്, സേവിക്കേണ്ടവരാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള ആ വാക്യങ്ങളിൽ താൻ ചില കാര്യങ്ങൾ അവരെ ഓർപ്പിക്കുന്നു.
2 പത്രോസ് 1:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. നേരം പത്രോസ് വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. ചിതറിപ്പാർക്കുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ വ്യക്തമായിട്ട് അവരെ ഓർപ്പിക്കുന്ന വസ്തുത എന്നുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? സകല ഉത്സാഹത്തോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ചില വസ്തുതകൾ താൻ അവരെ ഓർപ്പിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കളാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി തീർന്നവരാണ്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുദിനം ഉണ്ടായിരിക്കേണ്ട വളർച്ചയെക്കുറിച്ച്, ഉത്സാഹത്തോടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പത്രോസ് വളരെ വ്യക്തമായി ആ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. താൻ അവിടെ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾ വീര്യം കൂട്ടിക്കൊള്ളണം. വിശ്വാസത്തോട് വീര്യം. വീര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ദാനിയേലിന്റെ സ്വഭാവ വിശേഷതയാണ്. ദാനിയേലിനെ ആ പ്രവാസത്തിൽ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോയപ്പോൾ നമുക്കറിയാം, ദാനിയേല് തീരുമാനമെടുത്തു, രാജാവിന്റെ ഭോജനം കൊണ്ട്, രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുവാൻ, ശദ്രക്കിനെയും മേശക്കിനെയും ആനയിക്കുവാൻ, അതിനുവേണ്ടി നിലകൊള്ളുവാൻ, ജീവൻ പോയാലും രാജാവിന്റെ കൽപ്പനയായാലും ഞാൻ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമെന്നുള്ള ആ ആത്മീയ വീര്യത്തോടു കൂടിയ തീരുമാനമെടുത്ത ദാനിയേലിനെ പോലെ നമ്മുടെ വിശ്വാസത്തോട് വീര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് നാം മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വീര്യത്തോട് നാം പരിജ്ഞാനം കൂട്ടിക്കൊള്ളണം. പരിജ്ഞാനം എന്ന് പറയുന്നത് ശലോമോന്റെ സ്വഭാവ വിശേഷതയാണ്. ശലോമോൻ, നമുക്കറിയാം, ആ ജ്ഞാനം, പരിജ്ഞാനം, ജ്ഞാനം നമുക്ക് വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. വായനയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുമെങ്കിൽ, പരിജ്ഞാനം എന്ന് പറയുന്നത് അത് പരിചയിച്ചുള്ള ജ്ഞാനമാണ്, അനുഭവത്തിലൂടെയുള്ള ജ്ഞാനമാണ്. ആ വസ്തുത നമ്മുടെ വീര്യത്തോട് കൂട്ടിക്കൊള്ളുവാനായിട്ട് പത്രോസ് ഇവിടെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. ആ പരിജ്ഞാനത്തോട് ഞാൻ കൂട്ടേണ്ടത് ഇന്ദ്രിയജയമാണ്. നമുക്കറിയാം, അത് യോസേഫിന്റെ ആ ഒരു സ്വഭാവ വിശേഷതയായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോസേഫിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ആ പ്രലോഭനം വന്ന സന്ദർഭത്തിൽ തന്നെ തന്നെ സൂക്ഷിച്ച, ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആഗ്രഹിച്ച യോസേഫ് ആ ദൈവം ഒരുക്കിയ പോക്കുവഴിയിലൂടെ ആ രക്ഷപ്പെടുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ദ്രിയജയമുള്ളവരായി നാം ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ദ്രിയജയത്തോട് നാം സ്ഥിരത കൂട്ടണമെന്ന് പത്രോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ സ്വഭാവ വിശേഷതയാണ്. പ്രശ്നത്തിന്റെ നടുവിലും, പ്രതികൂലത്തിന്റെ നടുവിലും, നഷ്ടത്തിന്റെ നടുവിലും, പഴിയുടെ നടുവിലും, ദുഷിയുടെ നടുവിലും, നിന്ദയുടെ നടുവിലും ആ വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടെ, അക്ഷമാശീലത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഇയ്യോബിന്റെ സ്വഭാവ വിശേഷത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം. ആ സ്ഥിരതയോട് ഭക്തി കൂട്ടിക്കൊള്ളുവാനായിട്ട് വീണ്ടും താൻ ഓർപ്പിക്കുകയാണ്. ഹാനോക്കിന്റെ സ്വഭാവ വിശേഷതയായിട്ട് ഞാൻ അത് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തോടുകൂടെ നടന്ന, ദുഷ്ടലോകത്തിൽ ആ ദൈവത്തിന്റെ മകനായി ദൈവത്തോടുകൂടെ നടന്ന ആ ഹാനോക്കിന്റെ ജീവിതത്തിന്റെ സ്വഭാവ വിശേഷത ഉള്ളവരായി നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഭക്തിയോട് സഹോദരപ്രീതി കൂട്ടുക. സഹോദരപ്രീതി യോനാഥാന്റെ ഒരു സ്വഭാവ വിശേഷതയായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. മാത്രമല്ല, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുക അപ്പോസ്തലനായ യോഹന്നാന്റെ സ്വഭാവ വിശേഷതയാണ്. നമുക്കറിയാം, മറ്റുള്ള ശിഷ്യന്മാരൊക്കെ ദൂരെ ദൂരെ മാറി നിന്നപ്പോൾ വീരവാദം മുഴക്കിയ പത്രോസ്, മറ്റുള്ളവരൊക്കെ ഉപേക്ഷിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് വീരവാദം മുഴക്കിയ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് മാറി നിൽക്കുകയാണ്.
യൂദ ഒറ്റിക്കൊടുത്ത് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റ് ശിഷ്യന്മാരൊക്കെ ദൂരെ 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 മാറി നിൽക്കുമ്പോൾ ധൈര്യത്തോടുകൂടെ യേശുക്രിസ്തുവിന്റെ ക്രൂശിനരികെ കടന്നു വന്ന് ഞാൻ യേശുവിന്റെ സാക്ഷിയാണോ, ഞാൻ യേശുവിന്റെ ശിഷ്യനാണെന്നുള്ള ആ തൻ്റെ ഇടത്തോടുകൂടെ, ആ സാക്ഷ്യത്തോടുകൂടെ ആ നിന്ന കർത്താവിനെ ആ നിലയിൽ സ്നേഹിച്ച കർത്താവ് സ്നേഹിച്ച ആ യോഹന്നാന്റെ സ്വഭാവ വിശേഷത. പത്രോസ് പറയുകയാണോ, നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, ഉത്സാഹമുള്ള വിശ്വാസികൾ അവരുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ വെറുതെ ജീവിച്ചാൽ പോരാ. ദാനിയേലിന്റെ സ്വഭാവ വിശേഷതയോടുകൂടെ, ശലോമോന്റെ ആ പരിജ്ഞാനത്തോടുകൂടെ, യോസേഫിന്റെ ഇന്ദ്രിയജയത്തോടുകൂടെ, ഇയ്യോബിന്റെ സ്ഥിരതയോടുകൂടെ, ഹാനോക്കിന്റെ ഭക്തിയോടുകൂടെ, യോനാഥാന്റെ സഹോദരപ്രതിയോടുകൂടെ, യോഹന്നാന്റെ ആ സ്നേഹത്തോടുകൂടെ ഉള്ള ഒരു ജീവിതം. പത്രോസ് പറയുക 8-ാം വാക്യത്തിൽ, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉത്സാഹമുള്ളവരായി, ഫലം പുറപ്പെടുവിക്കുന്നവരായി, ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് നമ്മുടെ കർത്താവിനെ സേവിക്കാം, കർത്താവിനായിട്ട് ജീവിക്കാം, ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള രണ്ടാമത്തെ തടസ്സമായിട്ട് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസക്കുറവാണ്, ലാക്ക് ഓഫ് ഫെയ്ത്ത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവീക പദ്ധതിയിൽ, ദൈവത്തിന്റെ വചനത്തിൽ ആ വിശ്വാസിക്ക് പൂർണ്ണമായി സമ്പൂർണമായി വിശ്വസിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, ഞാൻ ഓർപ്പിക്കട്ടെ, ആ അവസ്ഥയിൽ അവന്റെ ജീവിതത്തിൽ ആ വിശ്വാസിക്ക് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ലൂക്ക് 24:25-27, അവിടെ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ച് സംശയമുള്ളവരായി തർക്കിച്ചുകൊണ്ട് പോകുന്ന വഴിയാത്രക്കാരോട് കർത്താവായ യേശുക്രിസ്തു ഇടപെടുമ്പോൾ താൻ അവരെ വിളിച്ചതെന്താ? അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ, വചനത്തിന്റെ സത്യങ്ങൾ, അത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇന്ന് അനേക വിശ്വാസികൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ട്, ദൈവത്തിന്റെ വചനത്തെ ചോദ്യം ചെയ്യാറുണ്ട്. ദൈവവചനത്തിൽ അവർ വിശ്വസിക്കാതെ ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് പലരിലും കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരോട് കർത്താവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. വിശ്വാസക്കുറവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിലും സമ്പൂർണമായി നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, അങ്ങനെയുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ അങ്ങനെ അവർ തുടരുന്നിടത്തോളം കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ആ വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. എബ്രായ ലേഖനം 10:38-39 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും,
പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ വായനക്കാരെ കുറിച്ച് പറയുകയാണ് 39-ാം വാക്യത്തിൽ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. വിശ്വസിച്ച് നമ്മുടെ ദേഹിയുടെ, നമ്മുടെ പ്രാണന്റെ രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രേ ആകുന്നു. നമ്മള് രക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ തുടർമാനമായി നാം ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും ആ ദൈവം നൽകിയിരിക്കുന്ന ആ ദൈവത്തിന്റെ പ്രമാണങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് അതിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 2:26 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി കാണാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓർപ്പിച്ചതാ. നീതിഫലം എന്നുള്ള വിഷയം ഒന്ന് ഓർപ്പിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ച വാക്യമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ 10-ാം വാക്യം നമ്മൾ ആരും സാധാരണ കാണാതെ പഠിക്കുന്ന വാക്യം അല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ 8-9 വാക്യങ്ങൾ പഠിപ്പിക്കും. എഫേസ്യ ലേഖനം 2:8-9 പഠിപ്പിക്കും. പക്ഷെ 10-ാം വാക്യം സൺഡേ സ്കൂളിൽ പലപ്പോഴും പഠിപ്പിക്കാറില്ല. 8-9 വാക്യങ്ങൾ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ഉദ്ധരിക്കാറുണ്ട്, പല ശുശ്രൂഷകളിലും വായിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. പക്ഷെ 10-ാം വാക്യം പലർക്കും കാണാതെ അറിയാത്ത വാക്യമാണ്. അവിടെ പൗലോസ് എന്താ പറയുന്നത്? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ, വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവമക്കൾ അവരുടെ അനുദിന ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരത്തക്ക നിലയിൽ ജീവിക്കേണ്ടവരാണ്. അന്നേരം അങ്ങനെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുള്ളവരുടെ ജീവിതത്തിലാണ് നമുക്ക് ആത്മാവിന്റെ ഫലം ശരിയായ നിലയിൽ കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലൊരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി വളരെ പണക്കാരായിട്ടുള്ള ഒരു കുടുംബമാണ്, ബ്രദറൻ കുടുംബമാണ്. അന്നേരം അവിടുത്തെ അമ്മച്ചി ഒരു വീട്ടിൽ വന്ന ഒരു ഭിക്ഷക്കാരനോട് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. അന്നേരം ഒന്നും കൊടുക്കാതെ ഭിക്ഷക്കാരനെ വിട്ടത് ഞാൻ കണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മച്ചിക്ക് ഒരു ജാള്യത ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞു, ഈ കൊടുക്കുന്നവരൊക്കെ കൊടുക്കുന്നത് സ്വർഗത്തിൽ പോവാനാണ്. ആ പ്രദേശത്ത് കൂടുതൽ ഇതര വിഭാഗത്തിലുള്ളവരാണ്. നമുക്കറിയാം, അവര് ദാനം ചെയ്യുമ്പോൾ അതിലൂടെ മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദാനം ചെയ്യുമ്പോൾ അത് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ അധികമുള്ള ഒരു സമൂഹത്തിൽ അമ്മച്ചിയുടെ ഒബ്സർവേഷൻ കറക്റ്റ്. അവരൊക്കെ കൊടുക്കുന്നത് മോക്ഷം ലഭിക്കാനും സ്വർഗത്തിൽ പോകാനുമാണ്. അമ്മച്ചിക്ക് തിയോളജി അറിയാം, അമ്മച്ചിക്ക് കൃപയാനുള്ള രക്ഷയുടെ വാക്യങ്ങൾ എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്ന അമ്മച്ചിക്ക് തിയോളജി അറിയാം. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞു, കൊടുക്കുന്നവരൊക്കെ കൊടുക്കുന്ന സ്വർഗത്തിൽ പോകാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കേണ്ട കാര്യം ഇല്ലെന്നുള്ള നിലയിലാ ആ അമ്മച്ചി പറഞ്ഞത്. പക്ഷേ 10-ാം വാക്യം ഈ അമ്മച്ചി ഒരുപക്ഷെ വായിച്ചിട്ടില്ലായിരിക്കാം. പലപ്പോഴും നമ്മൾ ഈ വാക്യം അറിയാത്തവരായിട്ടല്ലേ ജീവിക്കുന്നത്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ തന്നെ 13-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കും. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ള, ദൈവവചനത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ദൈവപൈതലിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി, സൽപ്രവൃത്തി വെളിപ്പെട്ടു വരും. അന്നേരം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് ആത്മാവിന്റെ ഫലം ധാരാളമായി കാണാനായിട്ട് സാധിക്കും. എന്നാൽ വിശ്വാസക്കുറവിന്റെ ജീവിതമാണെങ്കിൽ,
അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ആ അവസ്ഥയിൽ അവർ തുടരുന്നിടത്തോളം കാലം, ഞാൻ ഓർപ്പിക്കട്ടെ, അവർക്ക് ആത്മാവിന്റെ ഫലം ശരിയായ നിലയിൽ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള തടസ്സമെന്നുള്ള നിലയിൽ ഒന്നാമത് നാം കണ്ടത്, ആത്മീയ ജീവിതത്തിൽ നിസ്സംഗത പുലർത്തുന്ന, ആത്മീയ വിഷയങ്ങളിൽ മാന്യമുള്ള വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ആ അവസ്ഥയിൽ തുടരുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. രണ്ട്, വിശ്വാസക്കുറവിന്റെ അനുഭവത്തിൽ ഒരു വിശ്വാസി ജീവിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസിക്ക് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. മൂന്നാമത് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിശ്വാസി പാരമ്പര്യത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസിക്ക് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. A third hindrance for bearing fruit of the Spirit is tradition. ഒരു വിശ്വാസി പാരമ്പര്യത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസിക്ക് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യഹൂദന്മാരുടെ പാരമ്പര്യത്തെ, യഹൂദന്മാരുടെ സമ്പ്രദായങ്ങളെ യേശുക്രിസ്തു ശക്തമായിട്ട് വിമർശിക്കുന്നു. മത്തായി 15-ാം അധ്യായത്തിലും മർക്കോസ് 7-ാം അധ്യായത്തിലും ഒക്കെ അങ്ങനെയുള്ള യേശുക്രിസ്തുവിന്റെ വിമർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി 15-ന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത്? എന്നിട്ട് അവിടെ പാരമ്പര്യം എന്നുള്ളതിന് യേശുക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങൾ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഖുർബാൻ എന്ന് പറയുന്ന അവരുടെ മധ്യത്തിലുള്ള ഒരു പാരമ്പര്യത്തെ യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയാണ്. നിങ്ങളുടെ സമ്പ്രദായത്താൽ, 6-ാം വാക്യം, നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. 7-ാം വാക്യം, കപടഭക്തിക്കാരെ നിങ്ങളെ കുറിച്ച് ചെയ്യാവോ, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ശക്തമായ ഭാഷയിൽ യേശുക്രിസ്തു യഹൂദന്മാരുടെ പാരമ്പര്യത്തെ വിമർശിക്കുകയാണ്. മനുഷ്യന്റെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഒഴിവാക്കുന്ന തരത്തിൽ മനുഷ്യൻ കൊണ്ടുവന്ന സമ്പ്രദായങ്ങളെ കർത്താവായ യേശുക്രിസ്തു വളരെ ശക്തമായി വിമർശിക്കുകയാണ്. അവിടെ യേശുക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പനെയും അമ്മയെയും സംരക്ഷിക്കേണ്ട ചുമതല മക്കളുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് അതവര് ചെയ്യേണ്ടതിന് പകരം അന്ന് യെരൂശലേം ദൈവാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്ന കാലയളവിൽ ഭണ്ഡാരത്തിലേക്ക് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു വഴിയാണ് അപ്പനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കുന്ന പണം നിങ്ങൾ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും അമ്മയെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല, ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ വഴിപാട്. നിങ്ങൾക്ക് തരേണ്ട പണം ഞാൻ ദൈവത്തിന് കൊടുത്തു, ദൈവാലയത്തിന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒഴിവാകുകയാണ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചരിത്രം പഠിച്ചാൽ അറിയാം, അവർ ഭണ്ഡാരത്തിൽ പിന്നെ കൊണ്ടിടാതെയുമായി, മാതാപിതാക്കളെ ഒട്ട് സംരക്ഷിക്കാതെയുമായി എന്നുള്ളൊരവസ്ഥയിലേക്ക് അന്നത്തെ സമൂഹം എത്തിച്ചേരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നോക്കുക, ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നൽകിയ കൽപ്പനകളെ കോട്ടിക്കളയുന്ന, അതിനെ മാനുഷികമായ നിലയിൽ ധനത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുന്ന അന്നത്തെ സമ്പ്രദായത്തെ, പാരമ്പര്യത്തെ യേശുക്രിസ്തു വ്യക്തമായി വിമർശിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവചനത്തിന് പകരം പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ആ അവസ്ഥയിൽ അവർ ജീവിക്കുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-18-19 നമുക്കറിയാം. വ്യർത്ഥവും മൃദുപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ.
സുവിശേഷം പറയാൻ കടന്നുപോയിട്ടുള്ള ദൈവദാസന്മാർക്കറിയാം, പാരമ്പര്യത്തെ മുറുകെ പിടിച്ചിരിക്കുന്നവരെ രക്ഷയെങ്കിലേക്ക് നയിക്കുന്ന വളരെ പ്രയാസമാണ്. വളരെ പ്രാർത്ഥനയും വളരെ അധ്വാനവും അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവരെ ദൈവവചന സത്യങ്ങളിലേക്ക് നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരിക്കലും എൻ്റെ പരിചയത്തിലുള്ള ഒരു ബ്രദർ താൻ രക്ഷിക്കപ്പെട്ട്, താനും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ വീട്ടിലൊന്ന് വരണം, അവിടെ പപ്പായോടും മമ്മിയോടും അപ്പച്ചനോടും അമ്മച്ചിയോടും സുവിശേഷം പറയണം, എൻ്റെ ബ്രദറുണ്ട്, അവർ കുടുംബമുണ്ട്, അവരോട് വചനം പറയണമെന്ന് പറഞ്ഞ് ഞാനും വേറൊരു സഹോദരനും കൂടെ ആ വീട്ടിൽ ചെന്നു. എന്നിട്ട് അവിടുത്തെ അമ്മച്ചിയോടാണ് സംസാരിക്കേണ്ടത്. അമ്മച്ചി ഉണ്ട്, പിന്നെ അപ്പച്ചൻ ഇച്ചിരി പ്രായമാണ്, മോനും മരുമോളുമുണ്ട്. എന്നിട്ട് അവിടെ ചെന്നു ഈ അമ്മച്ചിയോട് വചനത്തിൽ നിന്ന് സുവിശേഷം അങ്ങോട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഒരു 1.5 മണിക്കൂർ വചനത്തിൽ നിന്ന് സംസാരിച്ച് ഒരുപാട് സംശയങ്ങൾ ആ അമ്മച്ചിക്കുണ്ടായിരുന്നു. ഭർത്താവും മറ്റേ മൂത്ത മകനും ആ മൂത്ത മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ് രക്ഷയ്ക്കൊരു ആഹ്വാനം ഞാൻ കൊടുത്തപ്പോൾ ആ അമ്മച്ചി പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ തന്നെ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് ബോധ്യമായി. എന്നാൽ പിന്നെ നമുക്ക് സ്നാനത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഒരു 1-2 മണിക്കൂർ സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരുപാട് സംശയങ്ങൾ ആ അമ്മച്ചി ചോദിച്ചു. അതിനൊക്കെ വചനത്തിൽ നിന്ന് മറുപടിയൊക്കെ പറഞ്ഞ് ആ 1-2 മണിക്കൂർ ക്ലാസ്സിന് ശേഷം അവസാനം ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ബ്രദറുകാർ പഠിപ്പിക്കുന്ന സ്നാനത്തിന്റെ ഉപദേശം വചനപരമാണ്. നിങ്ങൾ ബ്രദറുകാർ പഠിപ്പിക്കുന്ന സ്നാനത്തിന്റെ ഉപദേശം വചനപരമാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ആ അമ്മച്ചി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ അപ്പച്ചൻ തയ്യാറാണ്, മൂത്ത മകനും കുടുംബവും തയ്യാറാണ്, ആ ഹോൾ ഫാമിലി നമ്മുടെ കൂട്ടത്തിലേക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരുന്നു എന്ന് വളരെ സന്തോഷം എനിക്കുണ്ടായി. എന്നാൽ അടുത്ത സെൻസ് അവർ പറഞ്ഞത്, എന്നാലും എനിക്ക് സ്നാനപ്പെടേണ്ട. ഞാൻ ഒരുപാട് പേരോട് വചനം ഉപദേശപരമായ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സ്നാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അവരൊക്കെ തർക്കിച്ച് എങ്ങനെയെങ്കിലും അവരെ മാറി പോകുന്ന ഒരു സ്ഥിതിയാണ്. എന്നാൽ ബ്രദർ പറയുന്ന അല്ലെങ്കിൽ ബ്രദറുകാർ പഠിപ്പിക്കുന്ന സ്നാനത്തിന്റെ ഉപദേശം ശരിയാണെന്ന് പറഞ്ഞിട്ട് എന്നാലും എനിക്ക് സ്നാനപ്പെടേണ്ട എന്ന് പറഞ്ഞൊരു പ്രത്യേക അനുഭവമായിരുന്നു. അത് പാരമ്പര്യത്തിന്റെ ആ സ്വാധീനം ആ വ്യക്തിയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പാരമ്പര്യത്തിൽ ആശ്രയിച്ച് മനുഷ്യന്റെ സമ്പ്രദായത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസിക്ക് ആത്മാവിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. 4, അഹം കേന്ദ്രീകൃത ജീവിതം. ഒരു വിശ്വാസി തൻ്റെ സ്വയത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുന്നിടത്തോളം കാലം, ഞാൻ ഓർപ്പിക്കട്ടെ, ആ വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. The next hindrance for not bearing the fruit of the Spirit is egocentric life. സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അഹം കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നവർക്ക് ആ അവസ്ഥയിൽ ആ വ്യക്തി ജീവിക്കുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. യാക്കോബ് എഴുതിയ ലേഖനം 4:6 അവിടെ നമ്മൾ വായിക്കുന്നു, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് നിഗളം. അഹംഭാവം എന്നുള്ളത് നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ച് ഞാനും നിങ്ങളും ജീവിച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു വസ്തുതയാണ്. നമ്മളിവിടെ വായിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നവനാണ്, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നവനാണ്. ഗലാത്യ ലേഖനം 2:20 പൗലോസിന്റെ വാക്കുകൾ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന് ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയം
KC ജോൺസൺ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. നമുക്കറിയാം, നാം സുവിശേഷം കേൾക്കുമ്പോൾ നാം കേൾക്കുന്ന സുവിശേഷം എന്താ? യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ സുവിശേഷം നാം കേൾക്കുമ്പോൾ, ആ സുവിശേഷം നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടന്ന കാര്യം എന്താ? KC ജോൺസൺ, പഴയ ജോൺസൺ മരിച്ചു, ആ പഴയ ജോൺസൺ അടക്കപ്പെട്ടു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് പുതിയ ഒരു സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നടന്ന വസ്തുതയാണ് പരസ്യമായി ആ സ്നാനത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ സമൂഹത്തോട് വിളിച്ചറിയിച്ചത്. ഞാൻ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ഞാൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ പഴയ സ്വഭാവം പ്രകടമാക്കുന്ന നിലയിലുള്ള ഒരു ജീവിത ശൈലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ വീക്ഷിക്കുമ്പോൾ, മറ്റുള്ളവർ കാണേണ്ടത് നമ്മെയല്ല, നമ്മുടെ സ്വഭാവ വിശേഷതയല്ല, അല്ല നമ്മുടെ സ്വഭാവത്തിന്റെ വൈകൃതമല്ല. നമ്മെ നോക്കുമ്പോൾ മറ്റുള്ളവർ കാണേണ്ടത് ക്രിസ്തുവിനെയാണ്, ക്രിസ്തുവിന്റെ വിശുദ്ധിയാണ്, ക്രിസ്തുവിന്റെ സ്നേഹമാണ്, ക്രിസ്തുവിന്റെ വ്യക്തികളോടുള്ള ഇടപെടലാണ്. നമ്മുടെയും ഇടപെടലിലൂടെ നാം വ്യക്തമാക്കേണ്ടത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പൗലോസിന്റെ വാക്കുകൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ പൗലോസ് പറയുകയാണ്, എനിക്ക് വളരെയധികമുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനാണ്. എങ്കിലും എന്താ താൻ പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണും. ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുള്ള, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനിക്കാൻ ഏറെയുള്ള അപ്പോസ്തലനായ പൗലോസ് താൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. നമ്മുടെ ആ സ്വയം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിന്നാൽ, നമ്മുടെ സ്വയത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകിയാൽ, ഞാൻ ഓർപ്പിക്കട്ടെ, ആ അവസ്ഥയിൽ ആ വിശ്വാസി ജീവിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ യേശുക്രിസ്തു പറഞ്ഞത് എന്താ? യോഹന്നാൻ 4:34, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. യോഹന്നാൻ 6:38, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആ മനുഷ്യനായി തീർന്ന യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ ആ വാക്കുകൾ നമുക്കറിയാം. കർത്താവ് പിതാവായ ദൈവത്തിന്റെ തുല്യനാണ്. താൻ പറയുക, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് എൻ്റെ ആഹാരം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എഫേസ്യ ലേഖനം 5:17 മുതലുള്ള വാക്യങ്ങൾ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുക, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി തീരുവീൻ.
നോക്കുക, നാം സ്വയത്തിന് പ്രാധാന്യം നൽകാതെ പരിശുദ്ധാത്മ ആ നിറവിലുള്ള, പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിട്ട് തീരും. ദൈവം ആഗ്രഹിക്കുന്ന ആ ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരാനായിട്ട് ഇടയായിട്ട് തീരും. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങളിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെങ്കിൽ, നിയന്ത്രിക്കപ്പെടണമെങ്കിൽ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്, നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്നിട്ട് 17-ാം വാക്യത്തിൽ പറയുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ല. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, ആത്മാവ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന്, ആലോചനയ്ക്ക് ഞാനും നിങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. സ്വയത്തിന് പ്രാധാന്യം നൽകുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രാധാന്യം നൽകുവാൻ, ദൈവത്തിന്റെ ഹിതത്തിന് പ്രാധാന്യം നൽകുവാൻ നമുക്ക് ഇടയായിട്ട് തീരും. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഇടയായിട്ട് തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. 5-ാമത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായിട്ടുള്ള 5-ാമത്തെ വസ്തുതയായിട്ട് ഈ രാത്രിയിൽ ഓർപ്പിക്കുന്നത്, പാപം നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിക്ക് ആ അവസ്ഥയിൽ തുടരുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. The fifth hindrance for bearing the fruit of the Spirit is sinful living. ഒരു വിശ്വാസി പാപകരമായ ജീവിതം, അല്ലെങ്കിൽ പാപം നിറഞ്ഞ ഒരു ജീവിതം, പാപം പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസിക്ക് ആത്മാവിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. 1 യോഹന്നാൻ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമാണ് തിരുവത്താഴ ശുശ്രൂഷ എന്നുള്ളത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നാം സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ, തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധിരിഞ്ഞ് നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ മനസ്സിലാക്കി ആ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ജീവിതം നയിക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നാം വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നമ്മുടെ കർത്താവ് നമ്മെ ബാല ശിക്ഷ കഴിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉള്ളപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ ഒരിക്കലും ആ കുറവിനെ താലോലിച്ചുകൊണ്ട് ആ പാപത്തിൻ്റെതായിട്ടുള്ള അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ തുടരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മനസാന്തരപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിത ശൈലിയിൽ ജീവിക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 1:9 നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ദൈവാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ, നമ്മിലുള്ള കുറവുകളെ കുറിച്ച് ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, നമ്മിലുള്ള തെറ്റുകളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപത്തെക്കുറിച്ച് ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അരുതാത്തത് സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ അശുദ്ധി സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു പോയി, അവിടെ നിന്നോട് ക്ഷമിക്കണമേ. ഒരിക്കലും പാപം മറച്ചു വെക്കുവാനല്ല, ആ പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ അരുതാത്തത് സംഭവിച്ചു, വ്യഭിചാരം ചെയ്തു,
കൊലപാതകത്തിന് അതിനുവേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പ്രവാചകൻ തന്നെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ കുറവുകൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, ദൈവഭാഗത്തേക്ക് തിരിയുവാനുള്ള ആ മനസ്സ് ദാവീദിനുണ്ടായിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കുവാൻ, പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ പഠനത്തിന്റെ 2ാം ദിവസം എന്നുള്ള നിലയിൽ നാം ചിന്തിച്ച വിഷയം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള തടസ്സങ്ങളായിരുന്നു. ഒന്നാമത്തെ തടസ്സം ആത്മീയ ജീവിതത്തോടുള്ള താല്പര്യക്കുറവ് അല്ലെങ്കിൽ നിസ്സംഗത. 2ാമത്തെ തടസ്സം വിശ്വാസക്കുറവ്. 3ാമത്തെ തടസ്സം പാരമ്പര്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതം. 4ാമത്തെ തടസ്സം സ്വയ കേന്ദ്രീകൃത ജീവിതം അല്ലെങ്കിൽ സ്വയത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതം. അതിന്റെ അവസാനത്തെ തടസ്സമായിട്ട് നാം ഓർത്തത് പാപം നിറഞ്ഞ, പാപത്തെ താലോലിക്കുന്ന ഒരു ജീവിതം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ നിലയിലുള്ള കുറവുകളെ താലോലിച്ച് ഓമനിച്ച് അതിന് പ്രാധാന്യം നൽകി ജീവിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഓർപ്പിക്കട്ടെ, ആ അവസ്ഥയിൽ ഞാൻ നിങ്ങളും തുടരുന്നിടത്തോളം കാലം ആത്മാവിന്റെ ഫലം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവമേ, എന്റെ ഭാഗത്ത് ഇന്ന വീഴ്ച സംഭവിച്ചു, അതെന്നോട് ക്ഷമിക്കണമേ, ഈ കുറവ് എന്റെ ജീവിതത്തിലുണ്ട്, അതിനെ ഓവർകം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മനസാന്തരപ്പെട്ട ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സമർപ്പണ ജീവിതം നയിക്കുവാൻ, വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, അങ്ങനെ ആത്മാവിന്റെ ഫലം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് നാം കേട്ട വചനഭാഗങ്ങൾ, ഇന്നത്തെ നമ്മുടെ ചിന്ത അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത 2 ആഴ്ചകളിൽ ആത്മാവിന്റെ ഫലം എന്നുള്ള വിഷയത്തിലേക്ക്, ആ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ഉം 23-ഉം വാക്യങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.